ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഡയറക്ഷൻ സെൻസാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം മിക്കവാറും ഉണ്ടാവാറുണ്ട്. മാത്രമല്ല വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഇത്. ചെറിയ 1-2 ട്രിക്സും ഷോർട്ട് കട്ടും മാത്രം മനസ്സിലാക്കിയാൽ തന്നെ ഇതെപ്പോഴും സ്കോർ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ഡയറക്ഷൻ എന്നുള്ള കൺസെപ്റ്റ്, പിന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് റൈറ്റ് ഓപ്പോസിറ്റിൻ്റെത്, പിന്നെ ഷാഡോൻ്റെ കുറച്ച് ട്രിക്സ്, പിന്നെ ഡിസ്റ്റൻസിൻ്റെ ഷോർട്ട് കട്ട്, അതായത് പൈത്തോഗറസ് ഷോർട്ട് കട്ടും, പിന്നെ 10 നമ്മളെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഡയറക്ഷനാണ്. ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും ചിലപ്പോൾ തെറ്റിക്കും. നമ്മളിത് വരച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് ഇപ്പോൾ നോർത്തും, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ്റെ മാപ്പ് ഓർത്ത് വെക്കുക. ഇന്ത്യൻ്റെ മാപ്പ് ഓർത്ത് കഴിഞ്ഞാൽ ഈ സൈഡ് ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നോർത്ത് ഈസ്റ്റ് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക, ഈ സൈഡിലാണ്. അപ്പോൾ ഈ സൈഡ് ഇപ്പോൾ ഈസ്റ്റാണ് വരിക. ഗുജറാത്തിൽ ഈ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം W രൂപത്തിലുള്ളത്. അപ്പോൾ ഇത് വെസ്റ്റ്. പിന്നെ കേരള സൗത്തിലാണ് നമുക്കറിയാം. പിന്നെ ബാക്കിയിലെ നോർത്തും. ഇത് ഓർത്ത് വെച്ചാൽ എല്ലാം ഓക്കെ ആയി. അപ്പോൾ നോർത്ത് പറയുമ്പം ടോപ്പിൽ, സൗത്ത് പറയുമ്പം ബോട്ടം, ഈസ്റ്റ് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലത്തത്, വെസ്റ്റ് പറയുമ്പം ലെഫ്റ്റ് സൈഡും. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലേ. അപ്പോൾ നോർത്തിൻ്റെ ഓപ്പോസിറ്റ് എപ്പം വരുന്നതെന്നാ സൗത്താണ്. അതിൽ ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റോ വെസ്റ്റ്. ഇത് നമുക്ക് ആവശ്യമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. പിന്നെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും വരുന്നൊരു കേസാണ്. ക്ലോക്ക് വൈസ് പറഞ്ഞാൽ നമ്മൾ ക്ലോക്കിൻ്റെ ഡയറക്ഷൻ, അതായത് സെക്കൻഡ് സൂചി നമുക്കറിയാം നല്ല ഈ ഒരു സൈഡിൽ ഇങ്ങനെ പോവാം, ഈ ഡയറക്ഷനിൽ. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ക്ലോക്ക് വൈസാണ്. ഈ മൂവ്മെൻറ്റ് ക്ലോക്ക് വൈസ്. അപ്പോൾ നമ്മൾ ആംഗിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് നമുക്കറിയാം 90 ഡിഗ്രിയാണ്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരാൾ ഫേസിങ് നോർത്താണ്. നോർത്ത് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. ഇത് നോർത്ത് ഒരാളെ ഫേസ് ചെയ്യുന്നത്. അയാൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്തു. 90 ഡിഗ്രി പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അയാൾ ടേൺ ചെയ്തത് 90 ഡിഗ്രി ഇതാ വരിക. അപ്പോൾ അയാൾ ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടാവുക, ഈസ്റ്റ്. അപ്പോൾ ഇത് ഈസ്റ്റ്. 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ആണെങ്കിലോ, ഈ കേസ് ഈ നോർത്ത് ഫേസ് ചെയ്യുമ്പോൾ നോർത്ത് ഫേസ് ചെയ്യുന്ന 180 ഡിഗ്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇത് 90 + 90 180 ആയി. ഇത് മൊത്തം 180. അപ്പോൾ ഇതേത് ഡയറക്ഷൻ, ഇത് സൗത്ത്. പിന്നെ 270 ഡിഗ്രി, 90 90 വീണ്ടും ഒരു 90, അപ്പോൾ 270. അപ്പോൾ ഇയാളത് വെസ്റ്റായി. അപ്പോൾ ഇത് വെസ്റ്റ്. ഓക്കെ. ഇതേപോലെ തന്നെ സിമിലറായിട്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയും, ഓപ്പോസിറ്റ് ഓഫ് ക്ലോക്ക് വൈസ്. ഈ ഡയറക്ഷൻ ഇത് സെയിം കേസ്. ഇതിപ്പോൾ നോർത്തിൽ ഒരാൾ ഫേസ് ചെയ്യുന്നത്, അയാൾ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ചെരിഞ്ഞു. അപ്പോൾ ഇത് 90 ഡിഗ്രി. അപ്പോൾ അയാൾ എങ്ങോട്ടായിരിക്കും, ഇത് വെസ്റ്റ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് വെസ്റ്റ്. പിന്നെ വീണ്ടും 180 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നേരെ 180 ഡിഗ്രി. വിജയത ഡയറക്ഷൻ സൗത്ത്. പിന്നെ 270 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് മൊത്തം 270. അപ്പോൾ ഇതിങ്ങോട്ട് പറയുമ്പോൾ ഈസ്റ്റ്. അപ്പോൾ ഇത് ആൻസർ ഈസ്റ്റ്. പിന്നെ റൈറ്റ് സൈഡ് ട്രിക്ക്, അത് ഇഫ് എ പേഴ്സൺ ഫേസസ് നോർത്ത്, ഒരാളിപ്പോൾ നോർത്ത് ഫേസ് ചെയ്യുന്നത്, അപ്പോൾ അയാൾ റൈറ്റ് സൈഡിൽ ടേൺ ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾ എങ്ങോട്ടായിരിക്കും ടേൺ ചെയ്യുക, റൈറ്റ് സൈഡിൽ. നമ്മൾ റൈറ്റ് സൈഡ് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ, ഈ സൈഡിലേക്ക്. അത് റൈറ്റ് സൈഡിൽ ടേൺ ചെയ്താൽ അങ്ങോട്ട് നോക്കി. അപ്പോൾ ഇതേ ഡയറക്ഷൻ ഈസ്റ്റ്. അപ്പോൾ ഒരാൾ നേരെ പോയി പിന്നെ റൈറ്റ് സൈഡ് ടേൺ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ ഇത് ഈസ്റ്റാണ് വരിക, ഇത് നോർത്തും. അപ്പോൾ ഈസ്റ്റിലേക്ക് റൈറ്റ് സൈഡ്. അയാൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിലോ, നേരെ നോർത്ത് ഫേസ് ചെയ്യുന്ന ഒരാൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്താൽ അയാളുടെ അടുത്തേക്ക് ടേൺ ചെയ്യുക, വെസ്റ്റിലേക്ക്. നമ്മൾ ഈ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഇത് ജസ്റ്റ് അറിയാത്തൊരിത് വരച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. എന്താണ്. പിന്നെ ഷാഡോൻ്റെ കേസ് ഉണ്ട്, അങ്ങനെ ചെറിയ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷാഡോ ഇപ്പോൾ ജസ്റ്റ് ഇന്ത്യ മാപ്പ് വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അരുണാചൽ പ്രദേശ് ഈ സൈഡിലാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, സൂര്യൻ ഉദിക്കുക. ഇതിപ്പോൾ നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലേ. ഇവിടെയാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, സൂര്യൻ വരിക. ഇതാണ് സൺ. ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നേരെ ഉച്ചയാകുമ്പോൾ നേരെ നടുവിലെത്തും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ രാത്രിയാകുമ്പം ഈ സൈഡിലെത്തും. മോർണിംഗിൽ എന്ത് ചെയ്യുക, സൺ എവിടെ ഉദിക്കുക, ഈസ്റ്റിൽ. അപ്പോൾ ഷാഡോ എവിടെയായിരിക്കും വരിക, ഇപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്,
അപ്പോൾ ഇവിടെ സണ്ണുണ്ട്. അപ്പോൾ അയാളെ ഷാഡോ ഏത് സൈഡിലേക്ക് വരിക? ഈ സൈഡിലേക്ക് വരിക. ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? വെസ്റ്റ്. അപ്പോൾ ഷാഡോ വെസ്റ്റിലേക്ക് വരിക. ഇതിൻ്റെ ഓപ്പോസിറ്റ്. അതിൽ ഈവനിങ്ങിൽ സൺ എവിടെയാണ് ഉണ്ടാവുക? വെസ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക അല്ലേ? വെസ്റ്റ് സൈഡിലുണ്ടാകുമ്പം ഇവിടെ സണ്ണ്, ഒരാളിവിടെ. വെസ്റ്റ് സൈഡിൽ സൺ ഉണ്ടാകുമ്പോൾ ഷാഡോ എങ്ങോട്ടാണ് ഉണ്ടാവുക? നേരെ ഈ സൈഡിലേക്കാണ് ഉണ്ടാവുക അല്ലേ? ഇതേ ഡയറക്ഷൻ. ഇത് ഈസ്റ്റ്. ഈ സൈഡ് ഈസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് ഈസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പൈത്തഗോറസിന് ഷോർട്ട് കട്ടാണ്. അതിപ്പോൾ ഒരാളിപ്പം ഇവിടെ അയാൾ ആദ്യം നോർത്തിലേക്ക് എന്ത് ചെയ്തു? 6 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ അയാൾ റൈറ്റ് സൈഡ് റൈറ്റിലേക്ക് ടേൺ ചെയ്തു. അങ്ങനെ ഈസ്റ്റിലേക്ക് 8 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ അയാളെ ഷോർട്ടസ്റ്റ് ദൂരത്തിലെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഇതായിരിക്കുമല്ലോ ഷോർട്ടസ്റ്റ് ദൂരം ഫ്രം ഹോം. ഇത് പറയുമ്പം നമുക്കറിയാം പൈത്തഗോറസ് തിയറം, 6² + 8² = √100, അതായത് 10. അപ്പോൾ ഷോർട്ടസ്റ്റ് ദൂരം ചോദിച്ചാൽ 10 മീറ്റർ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. രവി സ്റ്റാർട്ട്സ് ഫേസിങ് നോർത്ത്. അപ്പോൾ ആ ചങ്ങായി നോർത്തിലേക്ക് ഫേസ് ചെയ്തു. ദെൻ ഹീ ടേൺസ് റൈറ്റ്. ഇപ്പം ഇങ്ങോട്ടായി. പിന്നെ ദെൻ റൈറ്റ് അഗെയിൻ, വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ദെൻ ലെഫ്റ്റ്. ഇപ്പോൾ ലെഫ്റ്റ്. വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? ഇതേ ഡയറക്ഷൻ ഈസ്റ്റ്. ആൻസർ സി. അമൻ വാക്സ് 8 മീറ്റർ ഈസ്റ്റ്. അപ്പോൾ ഇതറിയാത്ത കേസാണ്. നമുക്ക് ജസ്റ്റ് അപ്പം തന്നെ ഡയഗ്രാം വരച്ച് നോക്കാം ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ. ഇതറിയാത്തവരെ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അമൻ വാക്സ് 8 മീറ്റർ ഈസ്റ്റ്. അപ്പോൾ ഇയാൾ 8 മീറ്റർ ഇവിടെ നടന്നു, തെട്ട്. ദെൻ 6 മീറ്റർ വെസ്റ്റ്. വെസ്റ്റ് പറയുമ്പം ഈ സൈഡിൽ 6 മീറ്റർ വെസ്റ്റ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് 6 മീറ്റർ. ദെൻ 4 മീറ്റർ ഈസ്റ്റ് അഗെയിൻ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ എന്ത് ചെയ്തു? പോയി. 4 മീറ്റർ. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഒറ്റ ലൈനിൽ തന്നെയാണ് ഇങ്ങനെയുള്ളത്, മേലെ. ഇതും വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വരയ്ക്കുന്നത്. അപ്പോൾ ഹൗ ഫാർ ഹീ സി ഫ്രം ദ സ്റ്റാർട്ടിങ് പോയിൻറ്റ്? അപ്പോൾ ഇവിടുന്ന് എത്രയാണ്? 8 - 6, ഇത് 2. അപ്പോൾ 4 + 2 എന്ന് പറയുമ്പം ഇത് മൊത്തത്തിൽ 6 മീറ്റർ. അപ്പോൾ 6 മീറ്റർ ഏത് ഡയറക്ഷൻ ആയിരിക്കും? 6 മീറ്റർ ഈസ്റ്റിലാണുള്ളത് അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നോക്കാം. എ സ്കൂൾ ഈസ് ടു ദ നോർത്ത് ഓഫ് എ പാർക്ക്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ വരച്ചു നോക്കുക, പിന്നെ നമ്മൾ ചോദ്യം വായിക്കേണ്ട കാര്യമില്ല. എ സ്കൂൾ ഈസ് ടു ദ നോർത്ത്. അപ്പോൾ ഇത് സ്കൂള്. പാർക്കിൻ്റെ നോർത്തിൽ സ്കൂൾ എന്നാണ് ഈ സെൻറ്റൻസിന് അർത്ഥം. എ സ്കൂൾ ഈസ് ടു ദ നോർത്ത് ഓഫ് എ പാർക്ക്. ദ പാർക്ക് ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് എ ഹോസ്പിറ്റൽ. പാർക്ക് ഈസ്റ്റിലാണ് ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ ഇത് ഹോസ്പിറ്റൽ. അപ്പോൾ ഇത് ഈസ്റ്റായി പാർക്ക്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ സ്കൂൾ ഫ്രം ദ ഹോസ്പിറ്റൽ? അപ്പോൾ സ്കൂള് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഡയറക്ഷനാണുള്ളത്? ഇത് ഡയറക്ഷൻ. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കേസ് നമുക്ക് വരക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലേ? അപ്പോൾ ഇതേത് ഡയറക്ഷൻ? നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ആൻസർ എ, നോർത്ത് ഈസ്റ്റ്. എ പേഴ്സൺ ഈസ് ഫേസിങ് സൗത്ത്. ഒരാൾ ഈ ഡയറക്ഷനാണുള്ളത്, ഒരാൾ നോക്കുന്നത്. ഹി ടേൺസ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് നമുക്കറിയാം ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ്. അപ്പോൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇയാൾ ഈ ഡയറക്ഷനിലെത്തി. ആൻഡ് ദെൻ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് അറിയാം എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ വീണ്ടും സെയിം ഡയറക്ഷൻ 90 ഡിഗ്രി. അപ്പോൾ ഇങ്ങോട്ട് തന്നെ അയാൾ വീണ്ടും ഫേസ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? ആൻസർ സൗത്ത് തന്നെ. സെയിം ഡയറക്ഷൻ, 90 ഡിഗ്രി ക്ലോക്ക് വൈസും 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പോൾ സെയിം ഡയറക്ഷൻ. രവി വാക്സ് 6 മീറ്റർ നോർത്ത്. അപ്പോൾ ഇയാൾ 6 മീറ്റർ നോർത്ത് നടന്നു. ആൻഡ് ദെൻ 8 മീറ്റർ ഈസ്റ്റ്. ഇവിടുന്ന് 8 മീറ്റർ ഈസ്റ്റിലേക്ക്. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഹി സ്റ്റാർട്ടിംഗ് പോയിന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ്. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് എത്രയാണ്? √6² + 8². അപ്പോൾ 10. അപ്പോൾ ആൻസർ ബി. അമൻ വാക്സ് 10 മീറ്റർ നോർത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ഡയഗ്രാം വരക്കുക. 10 മീറ്റർ നോർത്ത്. അപ്പോൾ ഇവിടെ എത്തി. ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 മീറ്റർ. അപ്പോൾ ഇതെന്ത് ചെയ്തു? 5 മീറ്റർ ഇവിടെ എത്തി. ദെൻ ടേൺസ് റൈറ്റ് അഗെയിൻ ആൻഡ് വാക്സ് 10 മീറ്റർ. നമ്മൾ ഏകദേശം ഒരേപോലെ വരക്കണം. ഇപ്പോൾ 10 ഇപ്പുറം ആണെങ്കിൽ സെയിം പോയിന്റ് തന്നെ നമ്മൾ നിർത്തണം. പേടിയുള്ള ആൾ. വേർ ഈസ് ഹി നൗ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, ഇത് എൻഡിങ് പോയിൻറ്റും. അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ്? 5 മീറ്റർ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 5 മീറ്റർ ഈസ്റ്റിലേക്കാണ് ഇയാളുള്ളത്. അപ്പോൾ ആൻസർ ആയി. ഏഴാമത്തെ ചോദ്യം. ഇത് ഷാഡോ എന്നില്ല, ഷാഡോൻ്റെ കൺസെപ്റ്റിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അറ്റ് സൺസെറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൂര്യൻ എവിടെയാണ് ഉണ്ടാവുക? വെസ്റ്റിലുണ്ടാവുക അല്ലേ സൂര്യൻ? സൺസെറ്റിൽ. സൺ റൈസ് ചെയ്യുമ്പം ഈസ്റ്റിലുണ്ടാവും. ഇത് സൂര്യൻ. രവി ആൻഡ് മോഹൻ ആർ സ്റ്റാൻഡിങ് ഫേസിങ് ഈച്ച് അതർ. രവീസ് ഷാഡോ ഫോൾസ് എക്സാക്ട്ലി ടു ഹിസ് ലെഫ്റ്റ്. അപ്പോൾ രവീസിൻ്റെ ഷാഡോ എന്ത് ചെയ്യാം? ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ രവി അങ്ങോട്ട് നോക്കണം,
രവി ഇങ്ങോട്ട് നോക്കണം, കാരണം അവൻ ലെഫ്റ്റ് കിടിയല്ലേ, അപ്പോൾ ഷാഡോ നേരെ ഇങ്ങോട്ട് പോകും, കാരണം സൂര്യൻ ഇവിടെയല്ലേ, അപ്പോൾ ഷാഡോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ രവി ഈ ഡയറക്ഷനിലും മോഹൻ അങ്ങോട്ടാണ്, ഫേസിങ് ഈച്ച് അതറല്ലേ പറഞ്ഞത്. അപ്പോൾ മോഹൻ ഇവിടെ, ഇത് മോഹൻ, ഇത് രവി, കാരണം രവീൻ്റെ ഷാഡോ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് മോഹൻ ഫേസിങ് നൗ? മോഹൻ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്? നമുക്കറിയാം, നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് അല്ലേ. മോഹൻ അങ്ങോട്ടുള്ളത് അങ്ങോട്ട്, അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? നോർത്ത്. ഇത് നോർത്തല്ലേ, അപ്പോൾ ആൻസറേ എ സ്റ്റാൻഡിങ് ഫേസിങ് നോർത്ത്, ഇത് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. ബി സ്റ്റാൻഡിങ് എക്സാക്ട്ലി ടു ദ റൈറ്റ്, ടു എസ് റൈറ്റ്, അപ്പോൾ ബി ഇവിടെയുള്ളത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ബി ഫ്രം എ? ഇതേ ഡയറക്ഷൻ, ഈസ്റ്റ്. ആൻസർ സി. സിമ്പിൾ ചോദ്യം. എ മാൻ ഫേസസ് വെസ്റ്റ്, ഇയാൾ ഇങ്ങോട്ട്, വെസ്റ്റ് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. ഹീ ടേൺസ് 135 ഡിഗ്രി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങനെ പോവുക, ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് മൊത്തം 90, പിന്നെ ബാക്കി എത്ര ഉള്ളത്? 135 മൈനസ് 90. 135 മൈനസ് 90 എന്ന് പറയുമ്പം 45 ഡിഗ്രി, അതായത് നേരെ ഇതാ ഈ ഡയറക്ഷനിൽ, ഇതാണ് 45, ഇത് 45. ഈ ഡയറക്ഷനാണ് ആളെ ഫേസ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസി ഫേസിങ് ആവും? ഏതായിരിക്കും ഈ ഡയറക്ഷൻ? ഇത് നോർത്തും ഇത് ഈസ്റ്റും അല്ലേ, അപ്പോൾ നോർത്ത് ഈസ്റ്റ്. ആൻസർ ബി. 10ാമത്തെ ചോദ്യം. രവി വാക്സ് 12 മീറ്റർ നോർത്ത്, അപ്പോൾ ഇയാൾ 12 മീറ്റർ നോർത്ത് എത്തി, ഇപ്പോൾ ഇവിടെയുള്ളത്, ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ദെൻ 5 മീറ്റർ ഈസ്റ്റ്, ഇത് ഈസ്റ്റ്. ദെൻ 12 മീറ്റർ സൗത്ത്, അപ്പോൾ ഇവിടെ തന്നെ. ആൻഡ് ഫൈനലി 9 മീറ്റർ ഈസ്റ്റ്, അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി, ഇത് 9 മീറ്റർ. അപ്പോൾ ഇത് എത്രയായിരിക്കും? സെയിം ആണ്, 5. അപ്പോൾ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസി ഫ്രം ദ സ്റ്റാർട്ടിങ് പോയിൻറ്റ്? ഇത് ഏത് ഡയറക്ഷൻ? ഇത് ഈസ്റ്റ് അല്ലേ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഉള്ളത്. അപ്പോൾ ആൻസറേ എത്ര ദൂരം എന്ന് ചോദിച്ചാലോ 9 + 5, അതായത് 14 മീറ്റർ. നമ്മളിപ്പോൾ ചെയ്ത ചോദ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി കുറച്ച് അഡ്വാൻസ് ചോദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.